നമസ്കാരം, ഡോക്ടർ സൗമ്യയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില രോഗലക്ഷണങ്ങൾ മുതിർന്നവരിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും അവഗണിക്കരുത്, അതായത് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന ഒരു രോഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റൊന്നേ ഉണ്ടാവും, അത് ക്യാൻസർ ആണ്, അല്ലെ? അർബുദം. സോ അർബുദം ഉണ്ടാക്കുന്ന ചില പ്രത്യേക രോഗലക്ഷണങ്ങൾ മുതിർന്നവരിലുണ്ട്, കുട്ടികളിലുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുതിർന്നവരിലെ അർബുദങ്ങളുടെ പ്രത്യേക ചില രോഗലക്ഷണങ്ങളാണ്. അപ്പൊ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത്. സോ എന്തൊക്കെയാണ് ആ രോഗലക്ഷണങ്ങൾ? നമുക്ക് ആക്ച്വലി ആദ്യം രണ്ട് സെറ്റായിട്ട് അതിനെ തരംതിരിക്കാം. കാര്യം സ്ത്രീകളിൽ മാത്രം കാണുന്ന ചില അർബുദങ്ങളുണ്ട്, അല്ലെ? ഇപ്പോൾ യൂട്രസ്, ഓവറി, അങ്ങനെയുള്ള അതായത് ഗർഭസംബന്ധമായിട്ടുള്ള ചില അർബുദങ്ങൾ സ്ത്രീകളിൽ മാത്രം കാണുന്നതാണ്. സോ അത് ഞാൻ മാറ്റിവെക്കുന്നു. അതല്ലാതെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ മുതിർന്നവരിൽ കാണുന്ന അർബുദമാണെന്ന് ഉറപ്പല്ല പറയുന്നത്, എന്നാൽ ക്യാൻസർ ആയേക്കാവുന്ന ചില രോഗലക്ഷണങ്ങളുണ്ട്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഭയങ്കരമായ ക്ഷീണം, വിളർച്ച, അതായത് നമുക്കൊരാളെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അയാൾ വിളറി വെളുത്ത പോലെ തോന്നുക, ഭയങ്കര ക്ഷീണിച്ച പോലെ തോന്നുക, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 5-6 കിലോ ഒക്കെ കുറയുക. മനസ്സിലായില്ലേ? അപ്പോൾ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ വളരെ ഒന്നും ചെയ്യാതെ തന്നെ, അതായത് ഇപ്പോൾ ഒരു ഡയറ്റും ജിമ്മിനും പോകുന്ന വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്ക് വെയിറ്റ് കുറയുന്നതല്ല ഞാൻ പറയുന്നത്. സാധാരണ ഒന്നും ചെയ്യാതെ ഇരുന്ന ഒരാള് പെട്ടെന്ന് തന്നെ ചെറിയൊരു കാലയളവിൽ വലിയ വെയിറ്റ് കുറയുക. അപ്പോൾ വളരെയധികം ക്ഷീണം, വിളർച്ച, പെട്ടെന്നുള്ള വെയിറ്റ് കുറയല്, പിന്നെ രാത്രി ഭയങ്കരമായിട്ട് വിയർക്കുക. കിടന്നു കഴിഞ്ഞാൽ വിയർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയണയൊക്കെ ഇങ്ങനെ നനഞ്ഞു പിണ്ടിയാവുന്ന രീതിയിൽ വിയർക്കുക. പിന്നെ ബോഡി പെയിൻ, അതായത് ജോയിന്റുകളിലും നമുക്കിങ്ങനെ തൊടുന്ന സമയത്ത് ബോണിലൊക്കെ പെയിൻ. അപ്പൊ നമ്മളെ ഒരാളിങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊന്നും വേദനിക്കില്ല, അല്ലെ? പക്ഷെ ഇവർക്ക് എല്ലൊക്കെ വേദനിക്കും. അതായത് നമ്മൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ള ബോഡി പെയിൻ. പിന്നെ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്ക് കൂടെ ചോര വന്നേക്കാം, അല്ലെങ്കിൽ തൊണ്ണിൽ കൂടെയൊക്കെ ചോര വന്നേക്കാം. ഇതല്ലെങ്കിൽ ചിലപ്പോൾ സ്കിന്നിന്റെ അടിയിൽ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? നീലത്തെ കളറിൽ ഇങ്ങനെ തിണർത്ത് പോകുന്ന പോലെ, അതായത് റാഷസ് ആയിരിക്കും, പക്ഷെ റെഡ് കളർ ആവില്ല, നീല കളറായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബ്ലീഡിങ് ഉണ്ടായേക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി, കാരണമില്ലാതെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പനി വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇനി തലച്ചോറിനുള്ളിലെ ചില ഇതാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ചില രോഗലക്ഷണങ്ങളുണ്ട്. കാരണമില്ലാതെ അപസ്മാരം വരിക, വിട്ട് ഛർദ്ദിക്കുക, അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വിട്ട് ഛർദ്ദിക്കുക, കാഴ്ചയിൽ പ്രശ്നങ്ങൾ വരിക. മനസ്സിലായില്ലേ? തലവേദന, വിട്ടുമാറാത്ത തലവേദന, പിന്നെ നടക്കുന്ന സമയത്ത് ബാലൻസ് തെറ്റുക. ഇതൊക്കെ ചിലപ്പോൾ തലച്ചോറിലെ ബ്രെയിൻ ട്യൂമേഴ്സ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയ സംബന്ധമായിട്ടുള്ള, ഇപ്പൊ അതെവിടെയാവാം, സ്റ്റൊമക്ക്, നമ്മുടെ വയറ്റിലാവാം, കുടലിലാവാം, പിത്തസഞ്ചിയിലാവാം, അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആമാശയവും അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസറുകളാണ് എന്നുണ്ടെങ്കിൽ, വയറിലൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും തന്നെ വയറ് നിറഞ്ഞ പോലെ നമുക്ക് തോന്നും, ഏർലി സറ്റൈറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ, പെട്ടെന്ന് തന്നെ വയറ് ഫുള്ളായ അവസ്ഥ. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്യാസ്, അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഗ്യാസാണെന്ന് വിചാരിച്ചിരിക്കും. അല്ലെങ്കിൽ വയറിൽ എപ്പോഴേയും തൊട്ട് നോക്കുന്ന സമയത്ത് ഒരു മുഴ പോലെ കാണും. അതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചേഞ്ചസ് ഇൻ ബവൽ ആൻഡ് ബ്ലാഡർ ഹാബിറ്റ്സ്, അതായത് നിങ്ങൾ മലം പോകുന്ന പെട്ടെന്ന് വയറിളകി പോവുക, നിൽക്കാതെ വയറിളകുക, അല്ലെങ്കിൽ നിൽക്കാതെ കോൺസ്റ്റിപ്പേറ്റഡ് ആവുക. അപ്പം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മലം നോർമലായി പോയിരുന്ന ഒരാൾക്ക് അതിലുണ്ടാവുന്ന എന്ത് വ്യത്യാസങ്ങളും, അതുപോലെ തന്നെ മലത്തിൽ രക്തം കാണുക, ഇതൊക്കെ പൈൽസ് ആണെന്ന് പറഞ്ഞിരിക്കരുത്. മലത്തിലൊക്കെ രക്തം കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അത് കോളൻ ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ മലത്തിലൊക്കെ രക്തം കണ്ടു കഴിഞ്ഞാൽ പലരും അത് പൈൽസാന്ന് പറഞ്ഞിരിക്കും. അതങ്ങനെ ചെയ്യരുത്. ഒരിക്കലും വേഗം തന്നെ ഒരു ഡോക്ടറെ കാണിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട്. പിന്നെ ത്രോട്ടിലൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശബ്ദത്തിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് വരും. വായിലൊക്കെ ആണെങ്കിൽ വിട്ടുമാറാത്ത അൾസർ, അതായത് വായിലിങ്ങനെ നമ്മൾ പറയും വായപ്പുണ്ണാണ്, പക്ഷെ അത് മാറുന്നില്ല. അങ്ങനെ മാറാതെ നിൽക്കുന്ന വായപ്പുണ്ണുകൾ. പിന്നെ ശരീരത്തിൽ പുതുതായിട്ട് വരുന്ന നിറവ്യത്യാസങ്ങൾ, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് മെലനോമ എന്നൊക്കെ പറയുന്ന ചില സ്കിന്നിൽ വരുന്ന ക്യാൻസറുകളുണ്ട്. അതൊക്കെ സ്കിന്നിലെ ചെറിയ വ്യത്യാസങ്ങളായിട്ട്, നിറവ്യത്യാസമൊക്കെ ആയിട്ടാണ് തുടങ്ങുക. അപ്പൊ അതൊന്നും നമ്മൾ അവഗണിച്ച് ഇരിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ശ്വാസകോശത്തിലൊക്കെ അർബുദമാണെന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത ചുമ, ചുമച്ച് കഫത്തിൽ രക്തം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശ്വാസകോശ അർബുദമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഏകദേശം എല്ലാ സിംറ്റംസും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണോ ക്യാൻസർ അതിനനുസരിച്ചുള്ള സിംറ്റംസ് ആണ് കാണുക. അപ്പോൾ ലിവറിലാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം,
മഞ്ഞപ്പിത്തമായിട്ട് ചിലപ്പോൾ വരാം. മനസ്സിലായില്ലേ? പിത്തസഞ്ചിയിലും ലിവറിലൊക്കെയുള്ള ക്യാൻസർ മഞ്ഞപ്പിത്തമായിട്ട് വരാം. പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടാവാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ദഹനത്തിൽ ബുദ്ധിമുട്ടുകൾ, വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണാറുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, തൊണ്ടയിൽ ഉണ്ടാവുന്ന ക്യാൻസറിന്റെ ലക്ഷണങ്ങളായിരിക്കില്ല ചിലപ്പോൾ ശ്വാസകോശത്തിലെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ. ആ ലക്ഷണങ്ങളാവില്ല ദഹന വ്യവസ്ഥയിൽ, അതായത് നമ്മുടെ കുടലിലൊക്കെ ക്യാൻസർ വന്നുണ്ടാവുക. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുതിർന്ന ആളുകളിൽ എവിടെയാണോ ക്യാൻസർ അതിനനുസരിച്ചിട്ടായിരിക്കും. പക്ഷേ കോമൺ ആയിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? വളരെയധികം ക്ഷീണം, എന്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താലും എന്താണെന്ന് കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്ഷീണം, പിന്നെ അതുപോലെ തന്നെ വിളർച്ച, അതുപോലെ തന്നെ പിന്നെന്താണ്, വെയിറ്റ് ലോസ്. ഇതൊക്കെ എല്ലാ ക്യാൻസറുകളിലും കോമൺ ആയിട്ട് കാണുന്ന ചില ലക്ഷണങ്ങളാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ വെച്ചിരിക്കരുത്. ഇനി നമ്മൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൂടി, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞത് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണുന്ന കോമൺ ക്യാൻസേഴ്സിന്റെ കാര്യം കേട്ടോ. ഇപ്പൊ ശ്വാസകോശ അർബുദം സ്ത്രീകളിലും കാണുന്നുണ്ട്, ലിവറിലുള്ള ക്യാൻസർ സ്ത്രീകളിൽ കാണുന്നുണ്ട്, കുടലിലെ ക്യാൻസർ സ്ത്രീകളിൽ കാണുന്നുണ്ട്. പക്ഷേ സ്ത്രീകളിൽ മാത്രം കാണുന്ന ചില ക്യാൻസറുകളുണ്ട് അല്ലെ? അപ്പൊ അതിനെ പറ്റിയിട്ട്, അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് നമുക്കറിയാലോ, ഗർഭാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളാണ് സ്ത്രീകളിൽ മാത്രം, പുരുഷന്മാരിൽ കാണാതെ സ്ത്രീകളിൽ മാത്രം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പീരീഡ്സ്, അതായത് എപ്പോഴും ക്രമം തെറ്റി വരുന്ന പീരീഡ്സ് നമ്മളത് നോർമലാന്ന് പറഞ്ഞിരിക്കരുത്. ദയവ് ചെയ്തൊരു ഡോക്ടറെ കാണിക്കണം. പിന്നെ അതായത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്, അതായത് ക്രമം തെറ്റി വരുന്ന പീരീഡ്സ് എന്ന് തന്നെ പറയാം അല്ലെ? മാസം വരാതെ ഇടവിട്ടിട്ട് ബ്ലീഡിങ്, സ്പോട്ടിങ്, ബ്ലഡ് ഇങ്ങനെ നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിലൊക്കെ ബ്ലഡിന്റെ തുള്ളികൾ കാണുക. അതുപോലെ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, ശാരീരിക ബന്ധത്തിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വേദന, അതുപോലെ തന്നെ ബ്ലീഡിങ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്, ലക്ഷണമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോയിട്ട് ഡോക്ടറെ കാണണം. പിന്നെ അതുപോലെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, അതായത് പലർക്കും ഉണ്ടാവും, ഇപ്പൊ പീരീഡ്സ് ഒക്കെ നിന്ന സ്ത്രീകളിൽ പിന്നീട് രണ്ടാമത് ബ്ലീഡിങ് തുടങ്ങുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കൂടെ തന്നെ അവർക്ക് വെയിറ്റ് ലോസും ക്ഷീണവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അത് നമ്മുടെ കോമൺ സിംറ്റംസ് ആണ്, അത് മറക്കരുത്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറും സ്ത്രീകളിൽ കാണുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാൻസർ ആണ്. അത് ഞാൻ പലതവണ പറഞ്ഞതാണ്. ബ്രസ്റ്റിൽ കാണുന്ന സ്കിന്നിലുള്ള വ്യത്യാസങ്ങൾ, ലംബുകൾ, അതായത് മാസ് നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത്. അപ്പോൾ സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ബ്രസ്റ്റിൽ കാണുന്ന നിറവ്യത്യാസം, സ്കിന്നിൽ കാണുന്ന വ്യത്യാസങ്ങൾ, അതിൽ കാണുന്ന മുഴകള്, അതുപോലെ തന്നെ പീരീഡ്സിൽ ഉണ്ടാവുന്ന എന്ത് വ്യത്യാസവും, അതുപോലെ തന്നെ ബ്ലീഡിങ്, ഇതൊക്കെ സ്ത്രീകളിൽ പലതരത്തിലുള്ള ക്യാൻസറുകളുടെ ലക്ഷണമാകാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കാനുള്ളതല്ല, പക്ഷേ ഇതിൽ നല്ലൊരു സാധ്യത ക്യാൻസറിനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെച്ചിരിക്കരുത്. എനിക്ക് അതാണ് പറയാനുള്ളത്, വെച്ചിരിക്കരുത്. ഇതെല്ലാം ഡേഞ്ചർ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഡേഞ്ചർ സൈൻസ്, നമ്മളൊരു റെഡ് ടാഗ് കൊടുക്കേണ്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്ത് ലക്ഷണങ്ങൾ കണ്ടാലും ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് അത് അർബുദമല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്തുകൊണ്ടാണ് അർബുദം വേഗം തന്നെ കണ്ടുപിടിക്കണം എന്ന് ഞാൻ ഇത്രയും പിന്നെയും പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു അർബുദത്തിനും സ്റ്റേജിംഗ് ഉണ്ട്. സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട്. അർബുദമൊക്കെ സ്റ്റേജ് 4ലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയാണോ അർബുദം അതിന്റെ പുറത്തേക്ക് അർബുദം വ്യാപിച്ചു. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, അത് എല്ലായിടത്തേക്കും പടർന്നു അല്ലെ? അതിന് മെറ്റാസ്റ്റാസിസ് എന്നാണ് പറയുക. അത് ലേറ്റർ, ഏറ്റവും അവസാനത്തെ സ്റ്റേജുകളിലാണ് അർബുദം പടരുന്ന ഒരു അവസ്ഥയിലേക്ക്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ രോഗിയെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ സ്റ്റേജ് 1, 2 എന്നൊക്കെ പറഞ്ഞാൽ തുടക്കമാണ്. അപ്പൊ ഇന്നത്തെ കാലത്തെ മെഡിക്കൽ പുരോഗതി എല്ലാം വെച്ചിട്ട് തുടക്കത്തിലുള്ള സ്റ്റേജ് 1ഉം 2 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. സോ എന്താണ് വേണ്ടത്? എത്രയും വേഗം അത് ചെറിയ ഏർലി സ്റ്റേജിൽ തന്നെ വെച്ചിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പലപ്പോഴും വെച്ചിരുന്ന് കണ്ടുപിടിക്കുന്നത് പലപ്പോഴും അവസാനത്തെ സ്റ്റേജിലായിരിക്കും. സോ ആ ലാസ്റ്റ് സ്റ്റേജ് വരെയൊന്നും ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ഈ പറയുന്ന, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ആൻഡ് സിംറ്റംസ് ആർക്കെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. സോ ഈ ഒരു ടോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറേ പേര് ചോദിച്ചൊരു ടോപ്പിക്കാണ്. സോ എല്ലാവരിലേക്കും ഈ കാണുന്ന ആളുകൾ ഷെയർ ചെയ്തെത്തിക്കും കേട്ടോ. അപ്പോൾ നാളെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിലെ അർബുദം എന്തൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മുതിർന്നവരിലെ ക്യാൻസറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഇതേ സംഭവം തന്നെ കുട്ടികളിൽ എന്തൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്. കുട്ടികളിലെ അർബുദത്തിന്റെ സിംറ്റംസ്, രോഗലക്ഷണം വ്യത്യസ്തമാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടോക്ക് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.